തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടന് ഗോപന് പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല, ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ, ഒന്ന് ചാടിക്കേ. എന്താണത് ഇത്? ചാടല്ലേ പറഞ്ഞത്? ആനന്ദൻ രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. കിലുക്കുന്നുണ്ടല്ലോ. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്ക് അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാ അവിടുന്ന്. യമുന റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. യമുന റാണിക്ക് വിലപ്പെട്ടൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. തടുത്ത് പറയാം. தெரியலேன் சொல்லுங்களேன். சொல்ல மாட்டேன். എന്നാങ്കി പോക്കട്ടുമേ. അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തിരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. അയ്യോ, വള വാങ്ങിച്ചു കൊടുത്തു. ആ